അപ്പോൾ നമ്മുടെ പോത്തിനന്തേത്തവാഴയുടെ നമ്മുടെ 4ാമത് മീറ്റപ്പ് വളരെ വിജയകരമായിട്ടും വളരെ സന്തോഷകരമായിട്ടും അവസാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും വീണ്ടും ഒരിക്കൽ കൂടി കാണാനായിട്ടും പ്രത്യേകിച്ച് ഈ ഒരു പ്രകൃതിയുടെ മനോഹാരിതയാണ് നമ്മൾ സാധാരണ ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, മിഡ് റേഞ്ചിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അന്നേരം അവർക്ക് പൊതുവെ നമ്മൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുയോജ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ കൂടണം എന്നുള്ള ഇതായിരുന്നു. അങ്ങനെ 2 ദിവസം നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ യാതൊരു ഇതുമില്ലാതെ വീണ്ടും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നോട് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് എല്ലാവർക്കും കാണാൻ പറ്റി. അതുപോലെ തന്നെ പുതിയ മെമ്പറായ നമ്മുടെ ഷംസുക്ക, ബാക്കി എല്ലാവരും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, നമ്മൾ സാധാരണ കാണുന്നവരുമാണ് എല്ലാ മീറ്റപ്പുകളിലും. അടുത്ത പ്രാവശ്യവും നമുക്ക് വീണ്ടും ഒരു പുതിയ ഒരാളിനെ കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെന്നുള്ളത്. പ്രത്യേകിച്ച് പിന്നെ ഈ ഒരു ആംബിയൻസിനെ പറ്റിയാണ് പറയാനുള്ളത്. സെറീൻ റിട്രീറ്റിനെ പറ്റി പറയാനെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെ ബിജോ ഭായി, അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. തന്നെയുമല്ല, നമ്മളിതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഞങ്ങളെ നയിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാതെ റോഡിൽ കൂടി വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ പോകാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ട് തന്നെയുമല്ല, അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യങ്ങളിലും. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ എവിടെ പോയാലും നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, എൻജോയ് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടും അതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല, വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ കൂട്ടുകാരെല്ലാം ബിജോ ഭായി ഇതുപോലൊരു സംരംഭകനാണ്. അദ്ദേഹം ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അദ്ദേഹത്തെയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കൂട്ടുകാരെയെല്ലാം നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടേതായ രീതിയിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പറയാനാണെങ്കിൽ ശ്രീജിത്തിനും പറയാൻ കാണുമായിരിക്കും. ശ്രീജിത്ത് എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പം 4ാമത്തെ മീറ്റപ്പ് വന്നപ്പോൾ പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം ഓരോ തവണ വരുമ്പോഴും ബെറ്റർ പ്ലേസാണെന്ന് തോന്നുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരിക്കലും പർട്ടിക്കുലറി ഒരു ഡിഫറൻറ്റ് സ്പോട്ടായിട്ട് തന്നെ തോന്നുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേറ്റർ, അതായത് ഈ ബിജു ഭായി ഞങ്ങളോട് കാണിച്ചൊരു വലിയ സന്മനസ് കൊണ്ട് പല നല്ല സ്പോട്ടുകളും കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് തന്നെ ഇതിന് പുറത്തുള്ളായിരുന്നു. ഈ 2 ദിവസം എവിടെ പോകണമെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഇതിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഒന്നും പറയാൻ സാധ്യത ഉണ്ടാവില്ല.